തുടങ്ങുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ 4 മൂവ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ്, സ്പൈനൽ ട്വിസ്റ്റിങ്, ബാക്ക് ആൻഡ് ഫോർവേഡ് ബെൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നമ്മൾ കുറച്ചകത്ത് വയ്ക്കുക, ഒരു 2 സ്റ്റെപ്പ്, 1 2 ഇങ്ങനെ 2 സ്റ്റെപ്പ് എടുത്തിട്ട് കാല് ഇങ്ങനെ നിർത്തി വയ്ക്കുക. ഇങ്ങനെ വയ്ക്കരുത്, ഇങ്ങനെ വയ്ക്കാൻ ശ്രമിക്കുക, നേരെ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നേരെ വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഭാഗത്ത് ഫീൽ ചെയ്യണം സച്ചിന്. ടോയിൽ പൊന്താൻ ശ്രമിക്കുക. പൊന്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പൊന്തണ്ട. ഓക്കെ, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ് തൊട്ടിട്ട് നമ്മുടെ കോഫ് മസിൽസിനൊക്കെ ഒരു സ്ട്രെച്ചിങ് കിട്ടും. അതുപോലെ തന്നെ ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണത്. ഓക്കെ, അത് നമ്മൾ ശ്വാസം പുറത്തു വിട്ടു. ഓക്കെ, ഒരു 3 പ്രാവശ്യം ശ്വാസം വലിച്ചു, ശ്വാസം പുറത്തു വിട്ടു. 3 പ്രാവശ്യം നിർത്തുന്നുണ്ടെങ്കിൽ ഒരു 8 കൗണ്ട് ചെയ്യാം കേട്ടോ. 8 കൗണ്ട് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല, പോയിന്റ് ചെയ്യാവുന്നതായിട്ട്. ഓക്കെ, ദെൻ ശ്വാസം വലിച്ചു. സെക്കൻഡ് വൺ നമ്മൾ ശ്വാസം വലിച്ചിട്ട് നായുടെ പിന്നിലേക്ക് കൊണ്ടുപോകാം, ശ്വാസം പുറത്തു വിടാം. ശ്വാസം വലിക്കാം, ശ്വാസം പുറത്തു വിടാം. ഇത് നമ്മളൊരു 3 4 പ്രാവശ്യം ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു, ശ്വാസം വലിച്ചു, ചെസ്റ്റ് ഓപ്പൺ, കീപ് യുവർ ആം ഇൻ ഷോൾഡർ ലൈൻ, എക്സ്ഹേൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ് ആണ്. ഇന്റർലോക്ക് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഞാൻ പറയാം ഇതിൽ. അപ്പോൾ നമ്മൾ ആദ്യം വലതു ഭാഗത്തേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, സൈഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുക. ദെൻ ശ്വാസം വലിക്കുക, ശ്വാസം പുറത്തു വിടുക. അപ്പോൾ ഇത് പറ്റുന്നില്ല, നന്നായിട്ട് ഈ സ്ട്രെച്ചിങ് പറ്റുന്നില്ല, ഒന്നും വേണ്ട, കൈ അരയിൽ വയ്ക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് ഇത് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ്. ഇത് കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ പിന്നിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ എൽബോയിൽ സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് പുൾ ചെയ്യാം. ദെൻ സെൻറ്റർ, ഇത് സൈഡ്. ഓക്കെ, ഈ സാധനം തന്നെ വേണമെങ്കിൽ നമുക്ക് കൈൻ്റെ റിസ്റ്റ് പിടിച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർക്കുള്ളത്. ഓക്കെ, സ്പൈനൽ ട്വിസ്റ്റിങ്ങോ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ട് ചെയ്യാം. കാലിൻ്റെ പാദം അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ടേൺ ചെയ്യാം. ദെൻ ശ്വാസം പുറത്തു വിടാം, എന്നിട്ട് ശ്വാസം വലിക്കുക, ദെൻ ശ്വാസം പുറത്തു വിടാം. ഓക്കെ, ഓക്കെ, ആ ടേൺ ചെയ്യാനായിട്ട് ദെൻ ഫൈനൽ നന്നായിട്ട് ടേൺ ചെയ്യുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം ചെയ്യണമെങ്കിൽ ആ ഫൈനൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ ആ പോസ്റ്റിൽ ഒരു മെൻ്റലി കൗണ്ട് ചെയ്യുക. 1 5 4 3 2 1 അത്രയും കൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരിക. ഓക്കെ, എല്ലാത്തിലും തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ മൂവ്മെൻറ്റ് കഴിഞ്ഞ് കൈ പിന്നിൽ കെട്ടുക, അതല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് കുറച്ച് അഡ്വാൻസ് ആണ്. ശ്വാസം പുറത്തു വിടുക, കൈ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആണ്, പക്ഷേ അതിൽ എളുപ്പത്തിലുള്ളത് സപ്പോർട്ട് ചെയ്യാം. പിന്നിലേക്ക് ബെൻഡ് ചെയ്യാം, ദെൻ മുമ്പിലേക്ക് അതിൽ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ തന്നെ കുറച്ചും കൂടിയും കാലാകത്ത് വയ്ക്കുക. ഇത്രയും കാലാകത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൈ 90 ഡിഗ്രിയിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി തന്നിട്ട് ഈ വിരൽ തൊടാൻ ശ്രമിക്കാം. ആൻഡ് സ്ലോലി അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, സ്ലോലി അപ്പ് ആൻഡ് സ്ലോലി അപ്പ്. ഓക്കെ, ഇത് തന്നെ നമ്മൾ മുമ്പിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എത്രയും മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധ ചെയ്യുക. ദെൻ നേരെ ഉള്ളിലേക്കൊക്കെ കൊണ്ടുപോവുക. സൈഡ് അപ്പ്. ഓക്കെ, ഫോർവേഡ് ഇൻ, സൈഡ് അപ്പ്, ഫോർവേഡ് ഇൻ, സൈഡ് അപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ചെയർ പോസ്, കൈ പൊന്തിച്ച് പിടിക്കാം മുമ്പിൽ. നമ്മുടെ മുട്ടിനെയൊക്കെ വളരെ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. കാലിനെ ഫുള്ളായിട്ട് സ്ട്രെങ്ത്. ഇപ്പോൾ നമുക്ക് തൊട്ടാൽ കാല് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ കാല് നിവർത്തി നേരെ മുമ്പിലേക്ക് പാദകസ്ഥാസനം. ഇവിടെ ടച്ച് ചെയ്യാൻ പോലും വേണം, കാല് ആംഗിൾ ടച്ച് ചെയ്യാം. ഓക്കെ, പൊന്തിക്കുക, ബെൻഡ് ആൻഡ് സ്ട്രെച്ച്, എക്സ്ഹേൽ ഡൗൺ. ഫോർവേഡ് ബെൻഡ് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഫോർവേഡ് ബെൻഡ് എപ്പോഴും ശ്വാസം പുറത്ത് കളഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ബാക്ക് സ്ട്രെച്ചിങ് ശ്വാസം വലിച്ചിട്ടും. ഓക്കെ, ട്വിസ്റ്റിങ് ചിലപ്പോൾ ശ്വാസം പുറത്ത് വിട്ടുണ്ടാകും, ശ്വാസം എടുത്തിട്ടുമുണ്ട്. ഓക്കെ, അത് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി